Hello, welcome to Market Discussion of the Day. Today, January 19, 2025, സൺഡേ ആണ്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് വരുന്ന ന്യൂസുകൾ, അതേപോലെ നാളെ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ അടുത്ത ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നാളെ രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടായിരിക്കും നമ്മുടെ മലയാളം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാഴ്ചത്തെ ബാച്ചായിരിക്കും. എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ചിട്ടുള്ള ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, വാട്സപ്പ് നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു നമുക്ക് അടുത്ത ആഴ്ചത്തെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് നാളെ തിങ്കളാഴ്ച US അവധിയാണ്. US മാർക്കറ്റ് നാളത്തെ ദിവസം അവധിയാണ്. ഓക്കെ, സോ നാളെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബർത്ത്ഡേ ഓഫ് മാർട്ടിൻ ലൂതർ കിങ്. അപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് ഡേ എന്നാണ് നാളത്തെ ഡേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ US മാർക്കറ്റ് നോർമലി സ്ലോ ആയി ആവേണ്ടതാണ്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, നാളെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിട്ട് അധികാരമേൽക്കുന്നത്. അപ്പോൾ US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു പുള്ളി എന്തെങ്കിലും സ്പീച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ നോർമലി മാർട്ടിൻ ലൂതർ കിങ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സ്ലോ മൂവ്മെൻറ്റിലായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നാളത്തെ കാര്യം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം US പ്രസിഡന്റ് അധികാരം ഏൽക്കുന്നത് കൊണ്ടിട്ട്. ഓക്കെ, സോ നാളെ നമ്മൾ എന്താ പറയുക, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നൊക്കെ നമുക്ക് അടുത്ത ആഴ്ച ഫുള്ളി നമുക്കൊരു ടെക്നിക്കൽ വീക്ക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഭയങ്കരമായ ന്യൂസുകളൊന്നും അടുത്ത ആഴ്ച ഇല്ല. അപ്പം ട്യൂസ്ഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്യൂസ്ഡേയും നമുക്ക് എന്താ പറയുക ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. വെനസ്ഡേയും നമുക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്ന് വേണം നമ്മൾ നോക്കാനായിട്ട്. തേഴ്സ്ഡേ നമുക്ക് എല്ലാ തേഴ്സ്ഡേയും വരുന്ന പോലെ നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. അതേപോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. ഇതൊന്നും ഭയങ്കരമായൊരു മാർക്കറ്റിലൊരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കാനൊന്നും പോസിബിലിറ്റി ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഫ്രൈഡേ ജാപ്പനീസ് യെൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസും ഉണ്ടാവും. അപ്പോൾ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് UK ടൈമിംഗ് 2:30 മണിക്കാണ്. ഇന്ത്യൻ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നത് 8 മണിയായിരിക്കും, രാവിലെ 8 മണിക്കായിരിക്കും. ആ ഒരു സമയത്ത് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. അതിനുശേഷം ജാപ്പനീസ് യെന്നിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, പിന്നീട് 3 മണിക്ക് UK ടൈമിംഗ് 3 മണിക്ക്, ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നു അപ്പം 8:30 മണിയായിരിക്കും. 8:30 മണിക്ക് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസും ഉണ്ടാവും. അതും ഭയങ്കര വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടുള്ള ന്യൂസുകളാണെല്ലാം എന്നുള്ളതാണ് അടുത്ത ആഴ്ചത്തെ പ്രത്യേകത. നമുക്കെല്ലാം ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് നമുക്ക് മാർക്കറ്റിനെ കണ്ട് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ പൊളിറ്റിക്കലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ടെക്നിക്കൽസ് എല്ലാം വർക്ക് ചെയ്യും എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ച ചിലപ്പോൾ സീസ്ഫയറിൻ്റെ ന്യൂസ്, സീസ്ഫയർ ഒഫീഷ്യലി സീസ്ഫയർ ആയി എന്നുള്ളൊരു ന്യൂസ് വരാനുള്ള പോസിബിലിറ്റി എല്ലാം തന്നെ തുറന്നു തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പം US നടന്നിട്ടുള്ള ഫയറിൻ്റെ എന്താ പറയുക, എന്തുമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ ഇമ്പാക്റ്റ്, അതേപോലെ എന്താ പറയുക, നമ്മുടെ US പ്രസിഡന്റ് വന്നതിന് ശേഷം പല രാജ്യങ്ങളിലും താരിഫ് ഏർപ്പെടുത്തും എന്ന് പറയുന്ന പല അനൗൺസ്മെൻറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ന്യൂസ് വീക്കാണ് അടുത്ത വീക്ക് എന്ന് മനസ്സിൽ വെക്കുക എന്നുള്ളത്. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടതെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഏതൊരു തീരുമാനം എടുത്താലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക. കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീക്കാണ് ആക്ച്വലി അടുത്ത വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോകം മൊത്തവും നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ ഒരു എന്താ പറയുക, ഒരു വ്യത്യാസം ഉണ്ടാവാൻ ഒരു തുടക്കം, ഒരു വ്യത്യാസത്തിൻ്റെ തുടക്കമാണ് അടുത്ത കുറച്ച് കാലം, അടുത്ത ആഴ്ച എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ട്രേഡുകൾ എടുക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY തന്നെ സ്റ്റാർട്ട് ചെയ്യാം. JPYയിൽ USD JPY ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 156.293 ആണ്. നമ്മൾ വെള്ളിയാഴ്ചത്തെ ക്യാൻഡിൽസ് നോക്കിയാൽ വെള്ളിയാഴ്ച ഇതാണ് ആക്ച്വലി യൂറോപ്പ് ക്ലോസിങ്ങിനുള്ള
ക്യാൻഡിലാണിത്. ഓക്കെ, യൂറോപ്പ് ക്ലോസിങ്ങിനുള്ള ക്യാൻഡിൽ 156.044 ഓക്കെ, അതായത് 156 മുകളിലായിട്ടാണ് മാർക്കറ്റ് 1 അവർ ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ വെള്ളിയാഴ്ച രാത്രി മാർക്കറ്റ് ക്ലോസ് ആയതും 156.293, അതായത് 156 മുകളിൽ തന്നെയാണ്. ഓക്കെ, സോ തിങ്കളാഴ്ച നമുക്ക് 156 മുകളിൽ തന്നെയാണ്, 156.10, 156 എന്നൊക്കെയുള്ളൊരു ഇതിനകത്ത് നമുക്ക് ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കുള്ള ക്യാൻഡിൽ, ഇന്ത്യയിലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ UK 2 മണിയാണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ ഉറങ്ങുന്ന സമയമായിരിക്കും. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് 7:30 മണിക്ക് രാവിലെ 156 മുകളിലായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 156.50 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 155.40 എന്നൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ അതാണ് JPYയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ നമ്മുടെ യൂറോ USDയിലോട്ട് വരുമ്പോൾ യൂറോ വീണ്ടും നമുക്ക് മാർക്കറ്റ് താഴോട്ട് പോകുന്നതായിട്ട് മാർക്കറ്റ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടു. 1.0296 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. നമുക്ക് 1.0200 എന്ന് പറയുന്ന ഒരു റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്യാം. യൂറോ എന്ന് പറയുന്ന കറൻസി, യൂറോ USD നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു 40 പിപ്പോളം സ്റ്റോപ്പ് ലോസ് അതിൻ്റെ താഴെയായിട്ട് ഇടണം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ തന്നെ ചെയ്യാന്നുള്ളതാണ്. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP നമുക്കൊരു ഫർദർ താഴോട്ട് 1.2100 വീണ്ടും കിട്ടുക. അതിനകത്ത് 1.2100 വന്ന് നിൽക്കും, ആ വരച്ച വരയിൽ വന്ന് നിൽക്കും എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. 1.2110 ആ ലെവലിലൊക്കെ കിട്ടിയാൽ പോലും നമുക്ക് അവിടുന്ന് ധൈര്യമായിട്ട് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, എന്താ പറയുക, അതിനൊരു ഓൾമോസ്റ്റ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു 60 to 70 പിപ്സോളം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ അത് ട്രേഡ് എടുക്കണം എന്നുള്ളതാണ്. ഒരു ലോങ്ങർ ടേമിലോട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പം ജനുവരി 30 തന്നെ 1.2500 അടുത്ത് വന്നിട്ട് ഉറപ്പായിട്ടും അവിടുന്ന് റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് പോകും. അവിടെ വരെയുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, അങ്ങനെ നമുക്ക് അങ്ങനെ എന്താ പറയുക, അതിന് മുകളിലായിട്ട് 1.2500 മുകളിലായിട്ടാണ് നമുക്കൊരു ലോങ്ങർ ടേമിലോട്ടുള്ളൊരു ബൈ ഉള്ളതെന്നുള്ളതും മനസ്സിൽ വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് GBPയിൽ പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തിങ്കളാഴ്ചത്തേക്കുള്ളത്. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരും. ഗോൾഡ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോൾഡിൻ്റെ 2700 അടുത്ത് വെച്ച് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. 2700 അടുത്ത് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2700 അടുത്തൊക്കെ വന്നിട്ടുള്ള, അതായത് മാർക്കറ്റ് ടൈമിംഗ് ഓൾമോസ്റ്റ് 1 മണി, അതായത് രാവിലെ നമുക്ക് ഓൾമോസ്റ്റ് ഇവിടുത്തെ ഒരു 9 മണി ഏഷ്യ ക്ലോസിങ്ങിൻ്റെ സമയത്തൊക്കെ, ഏഷ്യ ക്ലോസിങ് കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ 2704 ആ ഒരു റേഞ്ചിലൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലെവലിൽ മാർക്കറ്റ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു 100 പിപ്പിന് മുകളിലായിട്ട്, അതായത് ഒരു ലോട്ട് എടുത്തിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ട് ഒരു 1000 പിപ്പിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. $1000 പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് 2702 ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് മാർക്കറ്റ് എന്താ പറയുക, തിങ്കളാഴ്ച രാവിലെ 7:30 മണിക്ക് മാർക്കറ്റ് 2702-701 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ 7:30 മണിക്ക് മാർക്കറ്റ് ഒരു ക്യാൻഡിൽ പോലും 2700 താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ 2700 അടുത്താണ് മാർക്കറ്റ് മുകളിലായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഗോൾഡിലുള്ളൊരു കാര്യം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇടണം 2690 റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും, അല്ലെങ്കിൽ 89 എന്നുള്ള റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളതാണ് അവിടെ ഗോൾഡിൽ നമ്മൾ നോക്കി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് നമുക്ക് തിങ്കളാഴ്ച നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ എന്താ പറയുക, മാർക്കറ്റിൽ ഒരുപാട് പൊളിറ്റിക്കൽ ന്യൂസുകൾ വരാനായിട്ടുള്ള ആഴ്ചയാണ് അടുത്ത ആഴ്ച. വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. ഓക്കെ, ഓവർലോട്ടുകൾ എടുക്കാതിരിക്കുക, സ്റ്റോപ്പ് ലോസുകൾ ഇടുക, റിസ്ക് മാനേജ് ചെയ്യുക, ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ആഴ്ചത്തെ ക്ലാസ് അല്ലെങ്കിൽ അടുത്ത ബാച്ച് നമുക്ക് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.